പക്ഷെ മനസ്സിനകത്ത് ആഴത്തിൽ ബാധിച്ചിരിക്കുന്ന മുറിവ് ഭേദമാക്കാൻ അവർക്ക് കഴിയുമോ? ഇല്ല, ഒരാൾക്കും കഴിയില്ല. എന്നെ ഈ രോഗം അല്പാൽപമായിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി. ഇതിൽ നിന്ന് എനിക്ക് ഇനി ഒരു രക്ഷയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ ശാലിനി മേഡത്തെ ന്യായീകരിക്കുകയല്ല. വിഷ്ണുവിന്റെ മരണത്തില് ശാലിനി മേഡത്തിന് പങ്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കുട്ടികളെ വിട്ടുകിട്ടുന്ന കാര്യം, അതിന് ഏതെങ്കിലും ഒരു വക്കീലിന്റെ സഹായം തേടുന്നതായിരിക്കും നല്ലത്. അപ്പോ എനിക്കിവിടുന്ന് നീതി കിട്ടില്ലെന്നാണ് സാറ് പറയുന്നത് അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. തന്ന വിവരങ്ങൾ വെച്ച് ഒരു അന്വേഷണം വേണമെങ്കിൽ ഞങ്ങൾ നടത്താം. കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാതെ നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്, സാറും കളക്ടറുടെ ആള് തന്നെയാണെന്ന്. എന്തായാലും ഞാൻ ഈ കേസുമായിട്ട് ഇറങ്ങി തിരിച്ചു പോയില്ലേ, ഇതിനൊരറ്റം കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചോളാം. ഇനി ഈ കേസിന് സാറിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. രോഹിത്തെ, സത്യം തെളിയണം. അതിന് എത്ര തടസ്സം വന്നാലും അത് തെളിയിക്കുക തന്നെ ചെയ്യും. സാറേ, വരട്ടെ. എടോ, വിഷ്ണുവിന്റെ മരണത്തിന് പിന്നില് ശാലിനി മേഡം ആണെന്ന് ഇയാളും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷേ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ച് കളഞ്ഞു. എന്റെ കൂടപ്പിറപ്പ് തന്നെയായിരുന്നു സാറേ വിഷ്ണു ബ്രോ. മോളുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ മാറും. ഞാനെന്നും എന്റെ സങ്കടങ്ങൾ കർത്താവിനോട് പറയുന്ന കൂട്ടത്തിൽ ഇനി മുതൽ മോളുടെ കാര്യം കൂടി പറയും. മോളുടെ കുഞ്ഞിനെ കർത്താവ് തമ്പുരാൻ മോളുടെ കയ്യിൽ തന്നെ കൊണ്ടെത്തിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ ആന്റി ഞാൻ ഈ നടക്കുന്ന. ആ ഒരു പ്രതീക്ഷ പോയാ ഞാൻ പിന്നെ ഇല്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മോളെ. നിന്റെ മോളെ കിട്ടിക്കഴിയുമ്പോ അർത്തുങ്കൽ പള്ളിയിൽ പോയി അടിമ സമർപ്പണ വഴിപാട് നടത്താമെന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. കുഞ്ഞിനെ നിന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. ഒരു ചായയല്ലേ മൂർത്തി, കാറിലേക്ക് തരാൻ പറഞ്ഞാ മതി. ഇനി പുറത്തിറങ്ങിയിട്ട് മോൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. ഞാൻ കൊണ്ടുവരാം. എന്താണ് ആന്റി, 2 ചായ വേണം. ഒന്ന് കാറിനകത്തേ കൊടുക്കണം. ആ വക്കീലുണ്ടോ? ആ. എന്നിട്ട് എന്താ ഇറങ്ങാത്തെ? കാറിന്ന് ഇറങ്ങിയ അപ്പം മോള് കിടന്ന് കരച്ചിൽ തുടങ്ങും. ആ ശാരദേ, 2 ചായ എടുത്തോ. മോള് ഭയങ്കര വാശിക്കാരിയാണോ? കരച്ചിൽ തുടങ്ങിയാ പിന്നെ കരച്ചിലോട് കരച്ചില്ല, ആരെടുത്തിട്ടും കാര്യമില്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ, പിന്നെ അവള് തന്നെ വന്നെടുക്കണം. എന്നാ പിന്നെ ഒരാളെ കുഞ്ഞിനെ നോക്കാൻ നിർത്താൻ പാടില്ലായിരുന്നോ? അത് പറയാനും കൂടി വേണ്ടിട്ടാ ഞാനിപ്പോ ഗാർഗി ആന്റിയുടെ അടുത്തേക്ക് വന്നത്. മോളെ നോക്കാൻ പറ്റിയ ആരെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ മാത്രം മതി. ഇനി അതല്ല, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ. ഞങ്ങൾക്ക് ഒരാളെ വേണോ ആന്റി? ഒന്ന് സഹായിക്കണം. ആ ഞാനൊന്ന് നോക്കട്ടെ. ആരെങ്കിലും ഏൽപ്പിച്ചാ പോരല്ലോ, വിശ്വാസമുള്ള ഒരാളെ തന്നെ ഏൽപ്പിക്കണ്ടേ. നമുക്ക് പറ്റുന്ന ആരെങ്കിലും വരട്ടെ, ഞാൻ അറിയിക്കാം. ഇവിടെ കൊടുക്ക് ചായ. ആ ചായ കാറിനകത്തേക്ക് കൊടുത്തേക്ക്. പുതിയ ജോലിക്കാരിയാണോ? അങ്ങനെ ഒരാളെ കിട്ടി. ചായ. എന്ത് ഭാവേ, എന്ന് നോക്കണേ. ആ ഒരു കാര്യം മറന്നുപോയി ശാരദേ. ആ സ്പെൻസർ കമ്പനിയിലേക്ക് 6 ചായ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊടുക്കാം.
എന്നാ ശരി ഉം, ആൻറ്റി, ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടാവണം. ഉം. അത് ഞാൻ ഏറ്റു. ആ, ഞാൻ പേയ്മെന്റ് ചെയ്തേക്കാം. ശരി. ഉം. ശരി. ചായ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. കൊണ്ടോ. ആ ഗ്ലാസ് ഞാൻ വാങ്ങിച്ചേ. ശരി. വാ. മോളെ, നമ്മുടെയൊക്കെ സങ്കടം കാണാൻ കർത്താവ് തമ്പുരാന് കണ്ണുണ്ട്. അതിന്റെ ഒരു തെളിവാ ദേ ആ പോയത്. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം മാറാൻ ദൈവം ഒടുവിൽ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തില്ലേ? അതാ ഞാൻ നിന്നോടും പറഞ്ഞത്. നിന്റെ പ്രാർത്ഥനയും കർത്താവ് തമ്പുരാൻ കേൾക്കും. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കൊണ്ടുപോയി കൊടുക്ക്. ഇപ്പൊ ചെയ്യുന്ന ഈ മരുന്നില് എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എങ്കിലും നമുക്ക് കോട്ടയ്ക്കൽ വരെ ഒന്ന് പോകാം. ഇതിലും വലിയ ഏനക്കേടുകൾ അവിടെ എത്രയും പെട്ടെന്ന് സുഖമാക്കിയിരിക്കുന്നു അറിയാവോ? പുറത്തെ ഈ തളർന്ന അവസ്ഥയ്ക്ക് അവരുടെ കയ്യിൽ മരുന്നുണ്ടാവും. പക്ഷെ മനസ്സിനകത്ത് ആഴത്തിൽ ബാധിച്ചിരിക്കുന്ന മുറിവ് ഭേദമാക്കാൻ അവർക്ക് കഴിയുമോ? ഇല്ല, ഒരാൾക്കും കഴിയില്ല. എന്നെ ഈ രോഗം അല്പാൽപമായിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി. ഇതിൽ നിന്ന് എനിക്ക് ഇനി ഒരു രക്ഷയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കേട്ടില്ലേ സ്വാമി, മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വെച്ചാൽ മുന്നോട്ട് പോകുന്നെങ്കിൽ എങ്ങനെ ഈ അസുഖം ഭേദമാകും? തളർച്ചയുള്ളത് കൈക്കല്ലല്ലോ, മനസ്സിനല്ലേ? മരണം ആഗ്രഹിച്ച് കിടക്കുന്നവന് ഇനി എന്തോന്ന് ഉയർത്തെഴുന്നേൽപ്പ്. അല്ലെങ്കിൽ തന്നെ എന്തിന്? മക്കൾക്ക് വേണ്ട, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട, പിന്നെ ആർക്കാ ഞാൻ ജീവിച്ചിരിക്കേണ്ടത്? എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. മറ്റൊരാഗ്രഹവും എനിക്കിപ്പോ ഇല്ല. ജീവിക്കണമെന്നില്ല. കുറച്ച് വിഷം വാങ്ങി മദ്യത്തിലോ ചായയിലോ ഒഴിച്ചു തന്ന് ഈ ലോകം വിടാനുള്ള വിസ ഒരുക്കി തന്ന അത്രയും സന്തോഷം. ആരാന്ന് നോക്കൂ സ്വാമി. മഹേന്ദ്രൻ സാറ് അകത്തുണ്ട്. എന്താ കാര്യം? അത് ഞാൻ നേരി പറഞ്ഞോളാം. എന്ത് പ്രശ്നം വന്നാലും കൂസാക്കാത്ത മഹേട്ടൻ തന്നെയാണോ ഈ പറയുന്നേ? ആ കാലമൊക്കെ കഴിഞ്ഞു നിർമ്മലേ.